ഇന്ന് നമ്മളോടുള്ള ഫ്രീഡം 125 ആണ് ബജാജിൻ്റെ. നമ്മൾ ബജാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ഇന്ത്യക്കാരുടെ പൾസ് അറിയാവുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്കിന്ന് ഫ്രീഡം 125ൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഈ വണ്ടി കണ്ടപ്പം തൊട്ട് ഒത്തിരി എനിക്ക് ഇഷ്ടമായി. അത്യാവശ്യം ഒതുക്കവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് CNG ബൈക്കും കൂടെയാണ്. അതുപോലെ നമുക്ക് ഈ ഇന്ധന ചെലവും കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഈ സമയത്ത് ഭയങ്കര ഒരു ആശ്വാസമാണ് ഈ വണ്ടി. ശരിക്കും പറഞ്ഞാൽ പക്ക എക്കണോമിക്കലി എല്ലാ രീതിയിലും നമുക്ക് മുതലാവുന്ന രീതിയിൽ തന്നെയാണ് ബജാജ് നിർമ്മിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് സാധാരണക്കാരനല്ല ഉദ്ദേശിച്ച് ഇപ്പം നമുക്ക് തന്നെ ഡെയിലി ഒരു ഓട്ടോ ഉള്ള ആർക്ക് വേണമെങ്കിലും ഇത് നമുക്ക് നല്ല ചെറിയൊരു ഫിനാൻസ് കോസ്റ്റ് വണ്ടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഞാൻ ഉദ്ദേശിച്ച മൈലേജും കാര്യങ്ങളോ, അതായത് ഇപ്പം ഇതിന് കമ്പനി പറയുന്നത് 2 കിലോ CNGയും 2 ലിറ്റർ പെട്രോളുമാണ്. അത് റേഞ്ച് പറഞ്ഞാൽ 330 അതായത് CNGയിൽ 200 പെട്രോളിൽ 130 2 ലിറ്റർ, അതായത് 65 വെച്ച് മൈലേജ്. CNGയിൽ നമുക്ക് ഇന്ധന ചെലവ് നോക്കുവാണെങ്കിൽ നമുക്ക് ഒരു കിലോമീറ്ററിന് ഒരു രൂപ ഒക്കെ ചിലവ് വരുന്നുള്ളൂ. ഇപ്പോൾ ഈ ടോട്ടൽ നമ്മൾ CNG മിക്സ് എടുത്താൽ പോലും നമുക്ക് 1 രൂപ 20 പൈസയൊക്കെ നമുക്ക് കിലോമീറ്റർ ഇന്ധന ചെലവ് വരുന്നുള്ളൂ. അത് പറഞ്ഞാൽ വലിയൊരു കുറവാണ്. കാരണം നമുക്ക് ഡെയിലി നമുക്ക് ഇത്ര കിലോമീറ്റർ ഓടുന്നവരെ സംബന്ധിച്ചിടത്തോളം പക്ക ഒരു ലാഭം. അതുപോലെ തന്നെ ഇതിനകത്ത് എല്ലാം ബജാജ് ചെയ്യുന്ന പക്ക യൂസർ ഫ്രണ്ട്ലി ആയിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് നീണ്ടു നിൽക്കുന്ന രീതിയിലും നമുക്ക് എന്തുകൊണ്ട് എല്ലാം നല്ല രീതിയിലാണ് അവർ ചെയ്തേക്കുന്നത്. കുഞ്ഞു കാര്യങ്ങൾ വരെയും അവർ പക്കയായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിനി വണ്ടിയുടെ വിശേഷത്തിലോട്ട് ഇനി കിടക്കാം. നമുക്ക് ഫ്രണ്ടിലോട്ട് വരുമ്പം എന്നാ പറയണം, നമ്മളിപ്പം അധികം വണ്ടിയിലൊന്നും കണ്ടിട്ടില്ല. ഈ വണ്ടി ഞാൻ കണ്ട ഒരു പ്രത്യേകമാണ്, നമുക്ക് ഇതിൻ്റെ മീറ്ററും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതേ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മീറ്റർ താത്തവും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അതിൻ്റെ പ്ലസ് പോയിന്റ് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വൈകിട്ടൊക്കെ മീറ്റർ ലൈറ്റ് കണ്ണിലോട്ട് അടിക്കുന്നതും കാര്യങ്ങളെല്ലാം ഒത്തിരി കുറയ്ക്കാൻ പറ്റും. അതൊരു വലിയ കാര്യം ഞാൻ നോക്കിയിട്ട്. കാരണം നമുക്ക് കുറേ കേസിൽ നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് നടക്കുന്നവരുണ്ട് മെയിൻ കണ്ണിലോട്ട് അടിക്കുന്നതായിട്ട്. അങ്ങനെയുള്ള കേസിൽ ബജാജ് പക്കയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ താഴത്തോട്ട് വന്നാൽ ഇൻഡിക്കേറ്റർ വരാം. സാധാരണ ഹാലജൻ ലൈറ്റാണ്, അത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. താഴത്തോട്ട് വരുമ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ബൾബിലോട്ട് വരുമ്പം അതിൻ്റെ ചുറ്റും ഒരു ഫ്രെയിം കാണാം. അത് വണ്ടിക്ക് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ കാണാനും ഒരു വൃത്തിയുണ്ട്. അതൊരു സിൽവർ കളറിലാണ് വന്നേക്കുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റ് ബൾബ് വരുന്ന പോലെ LED ഹെഡ്ലൈറ്റ് ബൾബാണ്. അതുപോലെ തന്നെ അതൊരു ചെറിയ DRലും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അത് പറയേണ്ട ഒരു കാര്യം ഇത് AHO എന്ന് പറഞ്ഞാൽ ഓട്ടോ റണ്ണിങ് ലാമ്പ്. ഫുൾ ടൈം ഇത് ലൈറ്റ് ഓൺ ആയിട്ടാണ് വണ്ടിയുടെ കിടക്കുന്നത്. അതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യാത്രയിലൊക്കെ നമുക്കൊരു വിസിബിലിറ്റി കിട്ടും. കാരണം നമ്മളൊരു ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ വരുന്ന ഒരാളുടെ കണ്ണി നമ്മൾ പെട്ടെന്ന് വിടും. നമ്മൾ വേറെ കേസിൽ പറയാൻ നമുക്കൊരു സേഫ്റ്റിയാണ്. എന്നാൽ ചിലർക്ക് ഇതൊരു മടുപ്പുള്ളവരും ഉണ്ട്. ഇനി താഴത്തോട്ട് ഒരു മെയിനായിട്ട് പറയേണ്ട വണ്ടിയുടെ ഷോക്ക് ഓഫ്സറാണ്. ഷോക്ക് ഓഫ്സർ ഫ്രീഡം എന്നൊരു എഴുത്തും വരുന്നുണ്ട്. അതൊരു ചെറിയൊരു കളർ കോമ്പിനേഷനും വരുന്നുണ്ട്. അതുപോലെ ഷോക്ക് ഓഫ്സർ നമുക്ക് നന്നായിട്ട് മാസ്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല വൃത്തിയായിട്ടാണ്. അതുകൊണ്ടുള്ള പ്രയോജനം നോക്കിയാൽ വണ്ടിക്ക് നല്ലൊരു ശകലം ഫ്രണ്ടിൽ നല്ല മാസ്ക് ലുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോക്ക് ഓഫ്സറൊക്കെ കുറച്ചുകൂടെ സേഫാണ്. കാരണം ഡസ്റ്റും കാര്യങ്ങളൊന്നും അടിക്കത്തില്ല. ഷോക്ക് ഓഫ്സർ അത്രയും സേഫ് ആവും. പിന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിയുടെ അലോയ് വീലാണ് എടുത്തു പറയേണ്ടത്. അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ് അലോയ് വീലിന് വരുന്നത്. അതുപോലെ ഇത് 16 സൈസ് വരുന്നത് കേട്ടോ. അതുപോലെ നമ്മളെ അടുത്ത മൺഗാർഡ് 2 കളറിലാണ് വരുന്നത്. ഇത് ഫൈബറാണ് വരുന്നത്. ഞാൻ കുറേ വീഡിയോയ്ക്കകത്തൊക്കെ മെറ്റലാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ മൺഗാർഡ് താഴത്തോട്ട് വരുമ്പം ഒരു ചെള്ളതെറപ്പിയും വരുന്നുണ്ട്. അത് നല്ല കാര്യം. കാരണം നമുക്ക് അത്യാവശ്യം നമുക്ക് ചെളിയും കാര്യങ്ങളൊക്കെ നമ്മളെ വണ്ടിയിലോട്ടും കാര്യങ്ങളൊക്കെ അടിക്കുന്നതൊക്കെ ഒത്തിരി കുറയും. അതുപോലെ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ട് വരുന്നത്. അത് ഡിസ്ക് ബ്രേക്ക് ഇതിപ്പോൾ ABS ഒന്നുമല്ല. കാരണം 125 ABS വരാറില്ല, 125 ഡിസ്ക് ബ്രേക്കേ വരാറുള്ളൂ. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട വണ്ടിയുടെ എഞ്ചിനാണ്. ഒരു 125cc എഞ്ചിനാണ് വരുന്നത്. അതിൻ്റെ അകത്ത് 9.5 PS പവറും 8000 RPM വരുന്നത്. അതുപോലെ തന്നെ ടോർക്ക് വരുന്നത് 9.7 അത് 5000 RPM വരുന്നത്. ഇനി നമുക്ക് എഞ്ചിൻ്റെ വിശേഷത്തിലോട്ട് വരാം. ഇതാണ് എഞ്ചിൻ്റെ മെയിൻ നമ്മളെ പവറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ നമ്മൾ എഞ്ചിൻ വരുന്നത് 125cc എയർ കൂൾ എഞ്ചിനാണ് വരുന്നത്. ഇതേ ഫ്രണ്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മാസ്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് എഞ്ചിന്. അതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലതാണ്. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും വണ്ടി ക്ലീൻ ആയിട്ടിരിക്കും. പിന്നെ സൈഡിലോട്ടൊരു ബ്ലാക്ക് കളറിലാണ് എഞ്ചിനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതാണ് വണ്ടിയുടെ ക്രാഷ് കാർഡ് വരുന്നത്. ക്രാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ ചെറിയ എഞ്ചിൻ പ്രൊട്ടക്റ്റഡ് ക്രാഷ് കാർഡും കൂടെ കേട്ടോ. ഇവർ മെയിനായിട്ട് സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. എല്ലായിടത്തും എന്നാ പറയുക, ഫുള്ള് വണ്ടി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ താഴത്തോട്ട് വരുമ്പോൾ ഒരു അണ്ടർബെല്ലി കാണാം. അണ്ടർബെല്ലി അത് മെറ്റൽ അണ്ടർബെല്ലി കേട്ടോ വരുന്നത്. അതിനകത്ത് 2 കളറിലാണ് വന്നേക്കുന്നത്, സിൽവറും ബ്ലാക്കും. അത് നല്ലതായിട്ട് വണ്ടിക്ക് ചേരുന്നുണ്ട്. പിന്നെ അടുത്ത് പറയേണ്ട വണ്ടിയുടെ സൈലൻസറാണ്.
സൈലൻസർ ഇവിടെ നമുക്കൊരു സിൽവർ കളറും കാണാം, ഒരു ബ്ലാക്ക് കളറും കാണാം. പിന്നെ നമ്മൾ പണ്ടൊക്കെ ഉള്ള പോലത്തെ ഇപ്പോഴത്തെ വണ്ടി അങ്ങനെ തുരുമ്പൊന്നും സൈലൻസറാണ് വരത്തില്ല കേട്ടോ. അത് പൗഡർ കോട്ടിങ് സൈലൻസറാണ് വരുന്നത്. അതൊരു വലിയ നല്ലൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ കിക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിൻ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്ത സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട വണ്ടിയുടെ മോണോ സസ്പെൻഷനാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല യാത്രാസുഖവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ലോങ് റൈഡും ഒക്കെ ആണെന്ന് പറഞ്ഞാൽ, കാരണം അത്യാവശ്യം കിലോമീറ്റർ ഓടാൻ വേണ്ടി ആയിരിക്കില്ല ഈ വണ്ടി എടുത്തേക്കുന്നത്. നമുക്ക് നല്ലൊരു നല്ലൊരു യാത്രാസുഖവും കാര്യങ്ങളൊക്കെ തരും. നല്ല ടയർ പുറകിലോട്ട് വരുമ്പോൾ 110 ടയറിൻ്റെ സൈസ് വരുന്നത്. ബാക്കിലോട്ട് വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ ടയർ സൈസ് വരുന്നത് 120, 70, 16. ബാക്ക് ടയർ നമുക്ക് 16 സൈസ് ആട്ടോ വരുന്നത്. അത് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ടയറാണ്. അത്യാവശ്യം നല്ലൊരു പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് അതേ വരുന്നത്. പിന്നെ എടുത്ത് വരേണ്ട വണ്ടി ടയർ ഹഗ്ഗറാണ്. അതിൻ്റെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ഇത് ഡബിൾ ഹഗ്ഗറാട്ടോ വരുന്നത്. അത്രയും നല്ല ഉറച്ചായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 2 കാലുള്ളതെന്നാണ് ഉദ്ദേശിച്ച്. അതുപോലെ നമുക്ക് ചെള്ളയൊക്കെ അത്യാവശ്യം നമുക്ക് വണ്ടിയെ കൊള്ളാതെ മാക്സിമം ഇരിക്കും. വണ്ടിയിൽ ഏറ്റവും എടുത്ത് പറയേണ്ട വണ്ടിയുടെ ടാങ്കാണ്. നല്ലൊരു ഡിസൈനിലാണ് വന്നേക്കുന്നത്. അതൊരു സിൽവർ ഗ്രാഫിക്സ് ഒരു ഷെയ്ഡിങ് ആണ്. അത് നന്നായിട്ട് ചേരുന്നുണ്ട്. അതായത് ബജാജിൻ്റെ എംബ്ലം ഫ്രീഡം എന്ന് ഒരു എഴുത്തുമുണ്ട്. പിന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വണ്ടിയുടെ സൈഡ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് 2 ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തം 4 ഹുക്കുണ്ട്. അപ്പുറത്തെ സൈഡിലും ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനും ഇത് ഉപകരിക്കും. അതുപോലെ തന്നെ ഒരു ഗ്രാഫ് ഹാൻഡിൽ വരുന്നുണ്ട്. ഗ്രാഫ് ഹാൻഡിൽ വരുന്നത് ബോഡി കളറിൽ തന്നെ കേട്ടോ. അത് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇനി അടുത്ത ഏറ്റവും എടുത്ത് പറയേണ്ട വണ്ടിയുടെ സീറ്റാണ്. ഇത് ടാങ്ക് ബാലൻസ് സീറ്റാണ്. അതിൻ്റെ പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്പേസുമാണ്, നല്ല വലിപ്പമുണ്ട്. പിന്നെ ടാങ്കിൻ ലെവൽ അതിൻ്റെ പൊക്കം വരുന്നത്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. അതൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത നമ്മളെ സീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുള്ള ഒരു വ്യൂ ആണ് കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മളെ മെയിൻ സാധനം. അതായത് നമ്മളെ CNG സിലിണ്ടർ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് PSO സർട്ടിഫൈഡ് സിലിണ്ടറാണ്. അതെന്ന് പറഞ്ഞാൽ സേഫ്റ്റിയുടെ എല്ലാ രീതിയിലും നമുക്ക് ഓക്കെ ആയിട്ടാണ് സാധനം വരുന്നത്. അതുപോലെ നമുക്ക് 2 വർഷം കൂടി ഇത് ടെസ്റ്റ് ചെയ്യുകയും ചെയ്യാം. ഈ സിലിണ്ടറിൻ്റെ ചുറ്റും നമുക്കൊരു ചെറിയൊരു ഫ്രെയിം കാണാം. ഇത് പ്രൊട്ടക്റ്റീവ് ട്രെയിലർ ഫ്രെയിം എന്നാണ് പറയുന്നത്. നമ്മളെ സിലിണ്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്താണ് അത് വരുന്നത്. കാരണം അത്രയും സേഫ്റ്റി നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് വണ്ടിയുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ വരുന്നത്. ഇനി അടുത്തായി നമ്മൾ കാണിക്കണമെന്ന് വണ്ടിയുടെ ടാങ്കും കാര്യങ്ങളും അങ്ങനെ ഓപ്പൺ ആകും. ഇതാണ് നമ്മൾ ടാങ്കും കാര്യങ്ങളും ഓപ്പൺ ആക്കുന്നത്. ഈ ബജാജ് എഴുതിയാണ് വണ്ടിയുടെ ഫ്യൂവൽ നിറയ്ക്കുന്നത്. ഫ്യൂവൽ ടാങ്കിൻ്റെ ഇതാണ് നമ്മളെ CNG. ഇത് നേരെ പൊക്ക് വയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 പ്രസ്സാണ് ഉള്ളത്. 1, 2 ഇങ്ങനെ. അതുപോലെ നമ്മളെ ടാങ്കിൽ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട് മാക്സിമം 3 kg. അതായത് ഫ്രണ്ട് വെയിറ്റ് ഉള്ളതൊന്നും വെച്ചേക്കല്ലെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അത് നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് വണ്ടിയുടെ ഹാൻഡിലും കാര്യങ്ങളും മീറ്ററും എല്ലാം പരിചയപ്പെടാം. മീറ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം. മീറ്റർ പറയുമ്പോൾ ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്ററാണ് വരുന്നത്. അതിൽ 2 ഓപ്ഷനാണ് വരുന്നത്. ഒന്ന് CNG എന്നുള്ള ഓപ്ഷനും പിന്നെ പെട്രോൾ എന്നുള്ള ഓപ്ഷനും. CNG മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ഫ്യൂവൽ കേജ് കാണിക്കുകയുള്ളൂ. പെട്രോളിൻ്റെ ഓപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ ഫ്യൂവൽ കേജ് കാണിക്കത്തില്ല. പിന്നെ അതുപോലെ ഇത് കണക്ടിവിറ്റി ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലൂടൂത്ത്, ഫോൺ കണക്ഷൻ, ഫോൺ ഓഫ് ചെയ്യാനും ഓൺ ആക്കാനും ഉള്ളതുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബാറ്ററി, മറ്റേ മൊബൈലിലെ ബാറ്ററിയും കാര്യങ്ങളെല്ലാം അതിൽ അറിയാൻ പറ്റും. ഇതാണ് മെയിനായിട്ട് വരുന്ന ഇതിലെ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഇത് ചേഞ്ച് ചെയ്യുന്നതിനാണ് ഈ ഹാൻഡിലെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് CNG, ഇത് പെട്രോളിൻ്റെ. ബാക്കി ഇത് പാസും കാര്യങ്ങളും അല്ലാതെ ബാക്കിയുള്ളതാണ്. അതുപോലെ മെയിനായിട്ട് ഞാനൊരു കാര്യം എടുത്തു പറയാൻ മറന്നുപോയായിരുന്നു. ഞാൻ ഈ വണ്ടി ഒരു കാര്യം എടുത്തു പറയാൻ മറന്നുപോയായിരുന്നു. പറഞ്ഞാൽ നമ്മളെ ഈ വണ്ടി സൈലൻറ്റ് സ്റ്റാർട്ട് വണ്ടിയാണ്. ഇപ്പോഴത്തെ വണ്ടികളൊക്കെ ഒരു സ്റ്റാർട്ടർ മോട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടി. ഇത് സ്റ്റാർട്ടർ മോട്ടറും കാര്യങ്ങളൊന്നുമില്ല, സൈലൻറ്റ് സ്റ്റാർട്ട് എന്നാണ് ബജാജ് പറയുന്നത്. വണ്ടി സ്റ്റാർട്ടാക്കി കാണിക്കാം. അതിനെ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ നമുക്കൊരു ഇലക്ട്രിക് വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കുന്ന പോലെ ഒരു അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ആദ്യം ഇത് ചിന്തിച്ചായിരുന്നു ഈ വണ്ടി എങ്ങനെ ഇത്ര സ്മൂത്തായിട്ട് സ്റ്റാർട്ടാവുന്നതെന്ന്. അത് കഴിഞ്ഞ് ഈ കാര്യം കണ്ടത്. അടുത്തായി വണ്ടി എടുത്തു പറയേണ്ടത് നമ്മളെ വണ്ടിയുടെ ഹാൻഡിൽ ബാറാണ്. അതെനിക്ക് ഏറ്റവും ഒരു സന്തോഷം തന്ന കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ശകലം വൈഡ് ഹാൻഡിൽ ബാറാണ്. കാരണം നമ്മൾ വണ്ടി എടുത്തിട്ട് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറയാൻ വേണ്ടി എക്സ്ട്രാ ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നിടത്ത് ഇപ്പോൾ കമ്പനിയാണ് ചെയ്തു തന്നേക്കുക. അത് ഈ വണ്ടി ഓടിച്ചാൽ നമുക്ക് ഒന്നാമതായിട്ട് മനസ്സിലാവുന്നുണ്ട്. വണ്ടിക്കൊരു ചെറിയ വൈബ്രേഷനോ കേസോ ഒന്നുമില്ല. വണ്ടി പക്ക ഓടിക്കാൻ നല്ല സ്മൂത്താണ്. അതുകൊണ്ട് തന്നെ മെയിൻ ഒരു കാര്യം കേട്ടോ. കാരണം വൈഡുമാണ്, നമുക്ക് ഓടിക്കാനും നല്ല സുഖം. പിന്നെ മിററാണെന്ന് പറഞ്ഞാലും വണ്ടിക്ക് ചേരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. അടുത്തായി നമ്മൾ പറയുന്ന വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേട്ടോ.
കാരണം ഓടിച്ചുകൊണ്ട് പറയേണ്ട, നമ്മളിപ്പോൾ ഓടിച്ചുള്ള ബാക്കി പറഞ്ഞാൽ മതില്ലോ, അതുകൊണ്ട് അങ്ങ് പറഞ്ഞാൽ ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ വണ്ടി 5 ഗിയർ വണ്ടിയാണ്. പക്ഷെ 5 ഗിയർ ആണെന്ന് പറഞ്ഞാൽ നമുക്കാണെങ്കിൽ എന്താ പറയുക 120 cc അത്യാവശ്യം വലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല, ഓടിക്കാനൊക്കെ നല്ല സുഖമാണ്. അതുപോലെ ഹാൻഡിലിങ് എടുത്തു പറയേണ്ട ഒരു രക്ഷയില്ല, പക്ക നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നാ പറയുക, ഇത് ശരിക്കും പറഞ്ഞാൽ എക്കണോമിക്കലി ഉള്ളൊരു വണ്ടി കേട്ടോ. നമുക്ക് വലിയ സ്പോർട്സ് അങ്ങനെയൊന്നും ചിന്തിക്കില്ല, പക്ഷെ നമുക്ക് എക്കണോമിക്കലി നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒന്നാണ്. പിന്നെ സസ്പെൻഷനും കാര്യങ്ങളും ഓടിച്ചിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം എന്നാ പറഞ്ഞാൽ വലിയ മോശമല്ലാത്തൊരു സസ്പെൻഷനാണെന്ന് പറയാം. പിന്നെ എനിക്ക് വണ്ടി ഓടിച്ചിട്ട് ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ മെയിനായിട്ട് എടുത്ത് പറയണ്ട, വണ്ടിക്ക് നല്ല ഹൈറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ ഇരിക്കാൻ നേരത്ത്. അത് നമ്മൾ സാധാരണ ഒരു ബൈക്ക് ഇരിക്കുന്നേക്കാളും ഹൈറ്റ് ഉണ്ട്, ഹൈറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഓടിക്കാനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ ഈ മീറ്ററൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വൈറ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും നമ്മളെ കണ്ണിലൊന്നും വെട്ടമൊന്നും അടിക്കത്തില്ല, അതിനൊരു വലിയ കാര്യം. പിന്നെ ഞാൻ ഇടയ്ക്കൊരു കാര്യം വിട്ടുപോകാൻ, ഇതിനൊരു ചാർജിങ് പോയിന്റും വരുന്നുണ്ടോ ഇവിടെ. അത് നമുക്കൊരു ഉപകാരപ്രദമായ ഒന്നും. അതായത് നമുക്ക് എന്താ പറയുന്നത്, ഒരു സൊമാറ്റോയോ അല്ല എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നവർക്ക്, അല്ല ദൂരം പോകുന്നവർക്കാണെന്ന് പറഞ്ഞാൽ ഫോൺ ചാർജ് ചെയ്യാനും കാര്യങ്ങളെല്ലാം നമുക്ക് വണ്ടിയെ തന്നെ ഉണ്ട്. അതും വലിയൊരു കാര്യമാണ്. കാരണം ഒരു ചെറിയ വണ്ടിയെ ബജാജ് അവരുടെ ഭാഗത്ത് ചെയ്യാനെല്ലാം ചെയ്തിട്ടുണ്ട്, നല്ലതായിട്ടാണ് ചെയ്തേക്കുന്നത്, ഒന്നും പറയാനില്ല. വണ്ടി നല്ല അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാക്കിലെ ബ്രേക്ക് വരുന്നത് നോർമൽ ഡ്രം ബ്രേക്കാണ് വരുന്നത്. അതുപോലെ നമ്മൾ ചെയിൻ വരുന്നത് ഓപ്പൺ ചെയിൻ ആട്ടോ, അതായത് ചെറിയൊരു കവറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ലൂബും കാര്യങ്ങളൊക്കെ ചെയ്ത് ഉപയോഗിക്കാം, കാരണം അന്നേരം അത്യാവശ്യം ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ 12,000 കിലോമീറ്റർ ക്ലീൻ ചെയ്യുകയും ചെയ്യുക, കാരണം ഇപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഒത്തിരി അടിക്കും. അന്നേരം ചെയിൻ ക്ലീൻ ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ചെയിൻ ലൈഫും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഇപ്പം സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 92,000 രൂപയാണ്. അതുപോലെ തന്നെ ഈ മാസം ഇതേപോലെ ഓഫറും ഉണ്ട്, അപ് ടു 9,000 വരെയാണ് നമുക്ക് ഓഫർ വരുന്നത്. കൂടുതൽ കാര്യങ്ങൾക്ക് ഞാൻ DM ചെയ്തേക്കാം ഷോറൂമിൻ്റെ നമ്പർ. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. നമ്മൾ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടോ, ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ.